ഈ തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നാളെ പ്രഖ്യാപിക്കുമോ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന്? യെസ് ഓർ നോ? അതിനുത്തരം വേണം. SDPI പോലെയുള്ള മുമ്പ് അതിലെ വേറെ ശക്തമായ രീതിയിൽ ഇവിടെ തീവ്രവാദ സംഘടനയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന PDP നേതാവിനെ അബ്ദുൽ നാസർ മഅദനിയെ ഞാൻ പറയട്ടെ, 3 മണിക്കൂർ വേദിയിൽ കാത്തിരുന്നത് കുഞ്ഞാലിക്കുട്ടിയല്ല, ബേബിയാ പിണറായി വിജയന്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയില്ലേ? എല്ലാ നേതാക്കന്മാരും PDP നേതാവിനെ 3 മണിക്കൂർ വേദിയിൽ കാത്തിരുന്ന നാണമില്ലേ നിങ്ങൾ? അത് ചരിത്രം. ഇത്തവണ SDPIയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്നാ ചോദ്യം. ഫാസിസത്തെ ചെറുക്കുന്ന ആരുടെ വോട്ടും കൊടുക്കും. അത് വ്യക്തിപരമായിട്ട് കഴിഞ്ഞ തവണ 9,000-ലധികം വോട്ട് SDPI നേടിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിക്ക് 3,000 ആ വോട്ട് വേണ്ട എന്ന് LDF പറയുന്നു. ഞങ്ങൾ പറയുന്നു വളരെ വ്യക്തമായിട്ടും മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് മാത്രം ഞങ്ങൾക്ക് മതി. ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഈ രാജ്യത്ത് തലയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആര് കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്താലും അദ്ദേഹം സ്വീകരിക്കും. ഇവിടെ എല്ലാ തീവ്രവാദ സംഘടനകളെയും താലോലിച്ച പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്. കുഞ്ഞാലിക്കുട്ടിക്ക് SDPIന്റെയും PDPന്റെയും വോട്ട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പരസ്പരം ഒത്തുകളിച്ച അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിന് പകരം ചോദിച്ചത് അത് CPMന്റെ പ്രതിനിധി വേണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഒത്തുകളി പുറത്തായി. അതല്ലേ രാഷ്ട്രീയം? നിങ്ങളുടെ രാഷ്ട്രീയം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് N ശ്രീപ്രകാശ് ഇവിടെ വോട്ട് വർദ്ധിപ്പിക്കാനല്ല, ഈ നിയോജക മണ്ഡലത്തിലെ നിർധനരും നിരാലംബരുമായ ആളുകളുടെ വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് ചോദിച്ചുകൊണ്ട് വികസനം ഈ മണ്ണിലെത്താനും വിജയിക്കാനും വേണ്ടിയാണ്. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? LDF സ്ഥാനാർത്ഥി MB ഫൈസൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ? എത്ര വോട്ടിന് വിജയിക്കും? പ്രതീക്ഷകൾ പറയും. വിജയിക്കും. ഞങ്ങൾ 1,80,000 വോട്ടിന്റെ പിന്നിലുള്ളതല്ല, ഞങ്ങൾ വിജയിക്കും. വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പില്ല, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് മാത്രം. ഈ സലീം കുരുവമ്പലം UDF ആഗ്രഹിക്കുന്ന ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? UDF ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അഹമ്മദ് സാഹിബിന് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിക്കും. ഒരു തർക്കമില്ല. ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളാണ് ഈ ചർച്ചയിൽ വന്നത്. ചർച്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ഇനിയും ഒട്ടേറെ വിഷയങ്ങൾ, ദേശീയവും വികസനവും അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചയാണ്. മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ ചർച്ചയാണ്. വേങ്ങരയുടെ പ്രത്യേക വിഷയങ്ങളും ചർച്ചയാണ്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രോതാക്കൾക്കും ഒപ്പം സലീം കുരുവമ്പലം, അഡ്വക്കേറ്റ് PP ബഷീർ, നാരായണൻ മാഷർ എല്ലാവർക്കും നന്ദി.